ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ നിവിൻ പോളിയും അജു വർഗീസും കൂട്ടുകെട്ടിലിറങ്ങിയ മറ്റേ സർവം മായ എന്ന സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് കേട്ടോ സർവം മായ എന്ന് പറയുന്നത്. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് സർവം മായ എന്ന് പറയുന്ന ഒരു സിനിമ. നിവിൻ പോളി ആണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് നിവിൻ പോളിയുടെ ഇപ്പൊ അടുത്തിറങ്ങിയ സിനിമകളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് ആ ഒരു പ്രേമം സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു നിവിൻ പോളിനെ വീണ്ടും കാണാൻ പറ്റിയ ഒരു മൂവിയാണ് സർവം മായ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിൽ നിവിൻ പോളി ആണെങ്കിലും അജു വർഗീസ് ആണെങ്കിലും പിന്നെ റിയ ഷിബു, ജനാർദ്ദനൻ ചേട്ടൻ, പിന്നെ നമ്മുടെ വിനീത് ഉണ്ട്, അതുപോലെ ഒരുപാട് ആക്ടേഴ്സുകളൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറയാ, ശരിക്കും ഈ സിനിമ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറച്ച് ഇമോഷൻ സീനുകളാണെങ്കിലും എല്ലാം നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ ഈ സർവം മായ എന്ന് പറയുന്ന ഈ ഒരു മൂവി. എനിക്ക് ചില സീനുകളൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഫീൽ ചെയ്തിരുന്നു. പിന്നെ കോമഡി വന്ന സമയത്തൊക്കെ നല്ലോണം ചിരിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ചിരിക്കുന്നുള്ളൂ എന്നുള്ളത്. പക്ഷെ എന്റെ കൂടെ അപ്പുറത്തിരുന്ന ആൾക്കാരൊക്കെ കോമഡി കണ്ടിട്ട് അത്യാവശ്യം നല്ല ചിരി അടിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. അതുപോലെ ലാസ്റ്റിലോട്ട് വന്നപ്പോ ഒരു എന്താ പറയാ, കുറച്ച് ഇമോഷണലി ഒക്കെ ആയി ആ ഒരു രീതിയിലോട്ടാണ് ഈ സിനിമ പോയത്. അപ്പോ പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ തന്നെയാണ് കേട്ടോ. നിവിൻ പോളി എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പ്രേമം സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്രയും ഒരുപാട് നല്ലൊരു ഫിലിം നിവിൻ പോളിയുടെ എനിക്ക് കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഫിലിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവി കൂടിയാണ് കേട്ടോ സർവം മായ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ ജനാർദ്ദൻ ചേട്ടന്റെ കുറച്ച് അത്യാവശ്യം കോമഡി ഉണ്ട്. പിന്നെ അജു വർഗീസിന് പറയേണ്ടത് രണ്ടാളും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കോംബോ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അതിലെ പാട്ടുകളാണെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ റിയ ഷിബു ആ പെങ്കൊച്ചാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഒരു കുട്ടിത്തൊക്കെ ഉള്ള ഒരു നല്ല രസമായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണ് ഇതിലും ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കഥ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിസ്മയത്തുമ്പത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, നമ്മുടെ മോഹൻലാല്, മുകേഷ്, ഹരിശ്രീ അശോകനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നയൻതാരക്കുള്ള ഒരു സിനിമയുണ്ട്. അതിലുള്ള ചെറിയൊരു കഥയുടെ പോലത്തെ ഒരു സാധനം ഇതിലും വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രസമായിട്ട് ആ പെങ്കൊച്ചാണെങ്കിലും പിന്നെ നിവിൻ പോളി ആണെങ്കിലും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ആ ഒരു പിക്ചറൈസിങ് ആണെങ്കിലും മ്യൂസിക്കിന്റെ ഭാഗങ്ങളാണെങ്കിലും പിന്നെ ഡയറക്ഷൻ നമ്മുടെ അഖിൽ സത്യനാണ്. സംവിധാനവും രചനയും ചെയ്തിട്ടുള്ളത് അഖിൽ സത്യനാണ്. അതിന്റെ ഒരു ക്വാളിറ്റി ഈ സിനിമയൊക്കെ ഉണ്ട്. അപ്പോ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലല്ലോ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്ന് പറയാം. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥയായിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ആ ഒരു കഥയൊന്നും ഈ സിനിമയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് സർവം മായ എന്ന് പറയുന്ന നമ്മുടെ നിവിൻ പോളിയും അതുപോലെ അജു വർഗീസ്, ജനാർദ്ദൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ ഒന്ന് പോയി കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മനസ്സിനൊരു സംതൃപ്തി തോന്നിയ ഒരു നിവിൻ പോളിയുടെ ഒരു സിനിമയാണ് കേട്ടോ സർവം മായ എന്ന് പറയുന്നത്. അപ്പൊ കാണാത്തുണ്ടെങ്കിൽ ഞാനൊന്നോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോയി ഷുവറായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ചെറിയ പിള്ളേർക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൂടിയായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എനിക്ക് കമന്റ് ആയിട്ട് അറിയണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.